ഒരാളൊരു പ്രശ്നക്കാരനാണെന്നുള്ളൊരു തെറ്റായ ധാരണയാണ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ ബിഹേവിയർ വരും, ആ വ്യക്തിയോടുള്ള എൻ്റെ പെരുമാറ്റം വരും, എൻ്റെ ഇമോഷൻസ്, വികാരങ്ങൾ. പക്ഷേ ഞാനും ആ ഒരു ദേഷ്യത്തിലായിരിക്കും. ഇങ്ങോട്ട് പറയുമ്പോൾ ഞാനും മസിൽ പിടിച്ച ആ രീതിയിലായിരിക്കും പറയുന്നത്. ഒരു ചിന്ത മാറിയപ്പം നമ്മുടെ വികാരങ്ങളിൽ മാറ്റം വന്നു, ശരീരത്തിൽ മാറ്റം വന്നു. അതിനനുസരിച്ചായിരിക്കും പെരുമാറ്റത്തിൽ മാറ്റം വന്നു. ഇപ്പോൾ സാധാരണ ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ ഒരു ജ്യോതിഷി, ഒരു ദൈവജ്ഞൻ, ഇവർക്ക് ഈ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൽ ഒരുപാട് പേര് പലരുടെയും ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ട്. ഗ്രഹ സ്വാധീനം പോലെ തന്നെയാണ്. ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം കൊണ്ട് മനസ്സിൻ്റെ ബലം കുറയുന്നു, ബലം കൂടുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജ്യോതിഷത്തിൽ ചന്ദ്രബലം കുറവാണെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ്റെ ബലക്കുറവ് ഈ അമാവാസി സമയങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ജ്യോതിഷനെ കൺസൾട്ടൻ്റായിട്ട് ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചിട്ട് അവരെ റൈറ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, സൈക്കോളജിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാർ പറഞ്ഞതിനകത്ത് ഈ മിക്ക സൈക്കോളജിസ്റ്റും അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് കോഗ്നേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു മെട്രിക്സ് എന്താണ്, എന്തുമാത്രം ഫലപ്രദമുണ്ട് എന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതെ. അതിനെന്ന് വെച്ചാൽ ഞാനിപ്പം ഇവിടെ ആയിരിക്കും പോലെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് വളരെ ചിരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് അഭിനയിക്കാം. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻ്റെ ഒരു മാസ്കാണ്. ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് തന്നെ മാസ്ക് എന്നാണ്. മാസ്ക് എപ്പോഴും മാറിക്കണം, നമ്മുടെ റിയാലിറ്റിയെ മറച്ചു വെക്കുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ എക്സ്റ്റേണലി ഞാൻ വേറൊരാളായിട്ടിരിക്കുന്നു, പക്ഷേ ഇൻറ്റേർണലി ഞാൻ അനുഭവിക്കുന്ന വലിയ ആന്തരിക സംഘർഷങ്ങളുണ്ടാകും. പക്ഷേ ഒരാളെ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യുന്ന ഈ ഇൻറ്റേർണലായിട്ടുള്ള ഘടകങ്ങളാണ്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതലുള്ള അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. അത് ആ കുട്ടിയുടെ മെമ്മറിയിലുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സിൽ. അല്ലെങ്കിൽ ഫ്രോയിഡ് ആണെങ്കിൽ അതിനെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നു, സാധാരണ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതൊരു അൺലിമിറ്റഡ് മെമ്മറിയാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിലെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള. അവിടെ നമ്മൾ പല രീതിയിലുള്ള മുറിപ്പെടുത്തുന്ന ഓർമ്മകളുണ്ട്, ഷോക്കിംഗ് ഓർമ്മകളുണ്ട്, അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ അതിന് നമുക്കിപ്പോഴുള്ള പെരുമാറ്റത്തെ, നമ്മളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ അതിനെ ഫലപ്രദമായിട്ട് നമ്മൾ ബാഹ്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുക, നന്നായിട്ട് സന്തോഷിച്ചുകൊണ്ടിരുന്നു, ചിരിച്ചുകൊണ്ടിരുന്നു, ആത്മവിശ്വാസം കൂടട്ടെ എന്ന് പറഞ്ഞാൽ കൂടത്തില്ല. നമുക്ക് തൽക്കാലം നമുക്ക് എനർജൈസ് ചെയ്യാം ഒരു വ്യക്തിയെ വാക്കുകളിലൂടെ. പക്ഷേ എൻ്റെ ഉള്ളിൽ മാറ്റം വന്നില്ലെങ്കിൽ അവിടുന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ വീണ്ടും പഴയ പോലെയാകും. പക്ഷേ ബാറ്ററി കുത്തുമ്പം ചാർജ് ആകും, ബാറ്ററി ഊരി കഴിയുമ്പോൾ ചാർജ് പോകുന്ന ഒരവസ്ഥ, ബാറ്ററി വീക്കായിട്ടുള്ളൊരു സാധനത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെ ആ ഒരു കംപ്ലീറ്റ് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ റീചാർജ് ചെയ്യുന്നൊരു പ്രോസസ്സ് വേണം. ആ പ്രോസസ്സാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, REBT, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, അതിലൂടെ എല്ലാം വരുന്നത്. അപ്പോൾ ഓരോ തെറാപ്പികളുണ്ട്. അപ്പം കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ ചിന്തകളിൽ നിന്നാണ് ലോകത്തിലെ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു വലിയ അത്ഭുതം ഒരു കാലത്തൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ താജ്മഹൽ ആയിരിക്കാം, ഏറ്റവും ഉയരമുള്ള ബുർജ് ഖലീഫ ആയിരിക്കാം, ഒരു ചിന്തയായിരുന്നു. ഇപ്പം ഇന്നലകളിൽ ഒരു ചിന്തയായിരുന്നു ഒരു വലിയ പാലം നിർമ്മിക്കുക എന്നുള്ള. ഇപ്പോൾ വയനാട്ടിലൊരു ക്രൈസിസ് മേഖലയാണ്, അത് 2 ദിവസത്തിന് ശേഷം ആ ചിന്ത റിയലായി. അപ്പോൾ അതിലൂടെ വലിയൊരു ദൗത്യം നടത്താൻ സാധിച്ചു. അപ്പോൾ ചിന്തകളിൽ നിന്നാണ് റിയാലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ചിന്തയിലാണ് നമ്മൾ ആദ്യം പ്രവർത്തിക്കേണ്ടത്. ഈ ചിന്തയിൽ നിന്നാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്, അല്ലെ ഫീലിങ്സ് ഉണ്ടാകുന്നത്. കാരണം നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച് ഇപ്പോൾ എനിക്ക് ഒരാളെക്കുറിച്ച്, ഇപ്പം കുറച്ച് നാൾ മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാളെക്കുറിച്ച് പറഞ്ഞു, ആ ആളങ്ങോട്ട് വരുന്നുണ്ടല്ലേ, ആളത്ര ശരിയല്ല, ഇച്ചിരി ദേഷ്യക്കാരനൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ വ്യക്തിയെ കാണുമ്പം ഇച്ചിരി ദേഷ്യക്കാരനാണ്, പ്രശ്നക്കാരനാണ് എന്നുള്ള എൻ്റെ ഒരു മുൻവിധിയോട് കൂടിയായിരിക്കും ഞാൻ ആ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ആ വ്യക്തി ആരാന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന ആ വ്യക്തിയായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. ശരി. അപ്പം ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് തന്നെ എനിക്ക് മനസ്സിലായി, പുള്ളിക്ക് ഇടയ്ക്ക് ദേഷ്യം വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പുള്ളിക്കൊരു അല്പം ടെൻഷനുണ്ട്, സ്ട്രെസ്സുണ്ട്, ആൻസൈറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു വെപ്രാളമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ളൊരു ദേഷ്യമല്ല. അപ്പോൾ എൻ്റെ ചിന്ത ആൾ ദേഷ്യക്കാരനാണ്, ആൾ പ്രശ്നക്കാരനാണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എൻ്റെ ഒരു ബിഹേവിയറും അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ അതേസമയം കൂടുതൽ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിയുമ്പം നമ്മുടെ ചിന്തകളിൽ തന്നെ മാറ്റം വരും. അപ്പോൾ ഒരാളൊരു പ്രശ്നക്കാരനാണെന്നുള്ളൊരു തെറ്റായ ധാരണയാണ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ ബിഹേവിയർ വരും, ആ വ്യക്തിയോടുള്ള എൻ്റെ പെരുമാറ്റം വരും, എൻ്റെ ഇമോഷൻസ്, വികാരങ്ങൾ. പക്ഷേ ഞാനും ആ ഒരു ദേഷ്യത്തിലായിരിക്കും, ഇങ്ങോട്ട് പറയുമ്പോൾ ഞാനും മസിൽ പിടിച്ച ആ രീതിയിലായിരിക്കും പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്തു,
നമ്മുടെ ചിന്തകൾ വന്നപ്പോഴത്തേന് അതനുസരിച്ച് ഇപ്പോൾ നമ്മളൊരാളോട് വളരെ റഫായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ മുഖഭാവങ്ങളൊക്കെ വലിഞ്ഞു മുറുകും. അപ്പോൾ നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടായി, നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ കോർട്ടിസോളൊക്കെ അവിടെ കൂടും. അപ്പം ഒരു ചിന്ത മാറിയപ്പം നമ്മുടെ വികാരങ്ങളിൽ മാറ്റം വന്നു, ശരീരത്തിൽ മാറ്റം വന്നു, അതിനനുസരിച്ചായിരിക്കും പെരുമാറ്റത്തിൽ മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചിന്തകളെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചിന്തകളെ ശരിയാക്കുക, നമുക്ക് ഈ ബാക്കിയുള്ള മേഖലകളെല്ലാം മാറ്റാൻ പറ്റും. അത് ഏറ്റവും മതി. എന്നാൽ ലോകത്തുള്ള ഏറ്റവും കുടുംബ പ്രശ്നങ്ങളുടെ കാരണം ഈ ചിന്തകളിലുള്ളതാണ്. ചിലത് തെറ്റിദ്ധാരണകളാകാം, ചിലത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ അറിവാകാം, ചിലത് അറിവ് ഭാഗികമായിരിക്കാം. എനിക്ക് ആപ്പാടെ ഇത്ര അറിവുണ്ട്, പക്ഷേ അത് പൂർണ്ണമാകണമെന്നില്ല. അപ്പോൾ അറിവ് വെച്ചുകൊണ്ട് ഞാൻ വിലയിരുത്തുമ്പം ഞാൻ കണ്ടു ഇന്നതാണ്, അത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ചിലത് ഡിസ്റ്റോർട്ടഡ് ആകാം, വളച്ചൊടിക്കപ്പെട്ട അറിവാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് അതിനെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ പിന്നിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക, ജീവിതത്തെ പുറകോട്ട് ഓടിക്കുക, ചിന്തകളിലൂടെ പുറകോട്ട് ഓടിക്കുക, ഓരോ മുഹൂർത്തങ്ങളിലൂടെ കൊണ്ടുപോവുക. ആ ഓരോ മുഹൂർത്തങ്ങളിൽ എവിടെയൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, ഇൻകംപ്ലീറ്റ്നെസ്, ഡിസ്റ്റോർഷൻസ്, ചിലയിടത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരുടെ മോശം ഘടകങ്ങളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ശരി. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ്, അവരുടെ മോശം ഘടകങ്ങൾ മാത്രം എടുത്ത് വെക്കും, നല്ലത് മാറ്റും. അപ്പോൾ അവിടെയും ചിന്തകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലാണെങ്കിൽ ഈ ചിന്തകളെ ശരിയായിട്ടുള്ള രീതിയിൽ ആ പുറകിലേക്ക് പിന്നിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോയി സൈക്കോളജിക്കലായിട്ട് പല സ്റ്റെപ്പാണ്, പല ഫോളോ അപ്പ് സെഷൻസ് വഴിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുക്കുന്നത്. പല ഫോളോ അപ്പ് സെഷൻസ്. കാരണം ഒറ്റയടിക്കല്ല. ഇപ്പോൾ പലരും വിചാരിക്കും സൈക്കോളജിസ്റ്റിനെ കണ്ട ഉടനെ അപ്പം തന്നെ കാര്യങ്ങളെല്ലാം മാറി പെട്ടെന്ന്. അപ്പം അതിന് ആദ്യം ഡയഗ്നോസിസ് ആണ്, എന്താണ് പ്രശ്നം. ആ പ്രശ്നം അറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ച് പരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ വെച്ച ഒരാൾ മുട്ടക്കറിക്ക് ഉപ്പ് പോരാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാം വെടിവെച്ച് വന്നു. അതും കഴിഞ്ഞ് ഓടി അയലോക്കത്തുള്ള ആൾക്കാരെയും വെടിവെച്ചു. നമ്മൾ വിചാരിക്കുമോ മുട്ടക്കറിക്ക് ഉപ്പ് പോരാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് അതല്ല. കുറേ ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് ആ വ്യക്തിക്ക് ഫാമിലിയിൽപ്പെട്ട ജീവിത പങ്കാളിയോട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല. അവസാനം നിസ്സാര ഒരു കാര്യം വന്നപ്പോൾ ഈ സപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയിലെ മൈൻ പോലെയാണ്. ഇങ്ങനെ ചവിട്ടി പിടിക്കും, പക്ഷേ ഏത് സമയത്തും പൊട്ടിത്തെറിക്കും, കാല് മാറ്റിയ. അത് കൺട്രോളല്ല. അവസാനം ചെറിയൊരു കാര്യം വന്നപ്പോൾ ആളങ്ങ് പൊട്ടിത്തെറിച്ചു. അതാണ് പലപ്പോഴും ഈ അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങളെല്ലാം പൊട്ടിത്തെറിയിലേക്കാണ് വരിക. അപ്പോൾ അവിടെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്താൽ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പഴയ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ജീവിത പങ്കാളിയുടെ തന്നെ പെരുമാറ്റത്തിലുള്ള, വാക്കുകളിലൂടെയുള്ള അനിഷ്ടങ്ങളുണ്ട്. ചിലതൊക്കെ തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുണ്ട്, ചിലത് മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി പ്രകടിപ്പിക്കാത്തതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഒരു ചെറിയ കാര്യം വന്നപ്പോൾ ഇതങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് തുറന്ന സംസാരമാണ്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിന് പല തെറാപ്പികളുണ്ട്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതിലേക്കെല്ലാം സഹായിക്കുന്നതാണ്. പല സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തന്നെ REBT ഉണ്ട്, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. നമ്മുടെ റാഷണലൈസ് ചെയ്യുക നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ബിഹേവിയറിനെ. റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയാണ്. നമ്മുടെ വികാരങ്ങൾ ശരിയായ രീതിയിൽ, ഇപ്പോൾ എനിക്കൊരാളോട് ഉള്ള കാഴ്ചപ്പാട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വികാരങ്ങൾ മാറും. അപ്പോൾ ഒരാളോട് എനിക്ക് ദേഷ്യമുള്ളപ്പോൾ എൻ്റെ വികാരവും ദേഷ്യം നിറഞ്ഞതായിരിക്കും. അതിന് മാറി ഇതായിരുന്നോ സംഭവം. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. ഒരിക്കൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു, ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ജനശ്ശേരിക്ക് പോവുക. പെട്ടെന്ന് വണ്ടി നിർത്തി. ഞാൻ വിചാരിച്ചു എന്തൊരു മര്യാദ ഇല്ലാത്ത ആളാണ്, സിഗ്നൽ പോലും കാണിക്കാതെ പെട്ടെന്ന് വണ്ടി നിർത്തി. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയോണ്ട് എനിക്ക് വണ്ടി നിർത്തി. ഇത്രയും മോശമാണല്ലോ വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ വണ്ടി ഓടിക്കേണ്ടത് എന്നൊക്കെ എൻ്റെ മനസ്സിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ കണ്ടത് വഴിയിലൊരു പട്ടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അതവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനാണ് പുള്ളി അതിനെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പം ഞാൻ ആദ്യം കണ്ട കാഴ്ചനെ വെച്ച് ഞാൻ ചിന്തിക്കുകയും മറ്റും ചെയ്യുമ്പം ആ വ്യക്തിയെക്കുറിച്ചൊരു മോശം, അപ്പോൾ ഈ റിയാലിറ്റി മനസ്സിലായപ്പം ആ വ്യക്തിയുടെ ഒരു നന്മയാണ് അവിടെ തെളിഞ്ഞത്. അപ്പോൾ എൻ്റെ ഇമോഷൻസ് തന്നെ മാറി, ആ വ്യക്തിയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറി. അപ്പോൾ അങ്ങനെ കുടുംബജീവിതത്തിലാകാം, മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിലാകാം, ബിസിനസ്സിലാകാം, ജോലിയിലാകാം, ഇതുപോലുള്ള കറക്റ്റഡ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം മാറും. അപ്പോൾ അതാണ് ഈ ഒരു തെറാപ്പികളുടെ ഏറ്റവും വലിയ സവിശേഷത. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിയിലും മറ്റുമുള്ള പല സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് ചെയ്യുന്നു. ഓക്കെ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ.
അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.